DBD ചാനലിൻ്റെ പുതിയ വീഡിയോയിട്ട് സ്വാഗതം. സേഫ്റ്റി ടിപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രിങ്കിങ് വാട്ടർ മൂലമുള്ള അപകടങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദിവസവും 4 ലിറ്റർ വെള്ളം കുടിക്കണം, എങ്കിലേ ആരോഗ്യമുണ്ടാവും. രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ലിറ്റർ വെള്ളം അടിച്ചു കയറ്റണം. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ കേൾക്കേണ്ട കാര്യം എന്താണെന്ന്, ഈ പറയുന്ന രീതിയിൽ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ വരെ ഒരുപക്ഷെ അപകടത്തിലായേക്കാം. അതെ, അമിതമായി വെള്ളം കുടിക്കുന്നത് മൂലം മരണം വരെ സംഭവിക്കാം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാത്രമല്ല, അതിൻ്റെ ഗുണനിലവാരവും നമ്മളെ സാവധാനം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അമൃത് എന്ന് കരുതുന്ന വെള്ളം എങ്ങനെയാണ് ഒരു കുടം വിഷമായി മാറുന്നത്? പലരും വരുത്തി വെക്കുന്ന ആ 2 വലിയ തെറ്റുകൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് നോക്കാം. ആദ്യത്തെ അപകടം വെള്ളത്തിൻ്റെ അളവിൽ തന്നെയാണ്. നമ്മുടെ കിഡ്നിക്ക് 1 മണിക്കൂർ പരമാവധി ഫിൽറ്റർ ചെയ്യാൻ കഴിയുന്നത് 1 ലിറ്ററിൽ താഴെ വെള്ളം മാത്രമാണ്. നിങ്ങൾ അതിൽ കൂടുതൽ വെള്ളം ഒരുമിച്ച് കുടിക്കുകയാണെങ്കിൽ ആ വെള്ളം മുഴുവൻ നമ്മുടെ രക്തത്തിലേക്ക് കലരുന്നു. ഇതോടെ രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു. ഇതിനെ ഹൈപ്പോനാട്ടെർമിയ എന്ന് സാങ്കേതികമായി നമുക്ക് പേര് വിളിക്കാം. സോഡിയം കുറയുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ വെള്ളം വലിച്ചെടുത്ത് വീർക്കാൻ തുടങ്ങും. ഇത് കടുത്ത തലവേദന, തലകറക്കം, ഛർദി എന്നിവയിലേക്ക് ഒരുപക്ഷെ നയിച്ചേക്കാം. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ മരണം വരെ സംഭവിക്കാം. കഠിനമായി വർക്കൗട്ട് ചെയ്ത് വിയർക്കുന്നവരും യാതൊരു ശാരീരിക അധ്വാനമില്ലാതെ എയർ കണ്ടീഷൻ റൂമുകളിൽ ഇരുന്ന് തനിയെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നവരുമായി ഈ ലിസ്റ്റിൽ ആദ്യം പെടുന്നത്. ഇനി ഏറ്റവും രണ്ടാമത്തെ വലിയ അപകടം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തിലാണ്. നമ്മൾ നല്ലതെന്ന് കരുതി കുടിക്കുന്ന പല വെള്ളത്തിൽ മാരകമായ കെമിക്കലുകളും പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങളും അടങ്ങിയിട്ടുണ്ട്. ചൂടുള്ള വെയിലത്ത് വെക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലെ വെള്ളം കുടിക്കുമ്പോൾ കോടിക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലെത്തുന്നു. ഇത് ക്യാൻസറിനും ഹോർമോൺ വ്യതിയാനങ്ങൾക്കും കാരണമായേക്കാം. മറ്റൊരു വില്ലനമാണ് നമ്മുടെ കുടിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന TDS അല്ലെങ്കിൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ് എന്ന് പറയും. ഇതിൽ കണ്ടാമിനേഷനാണ്. വെള്ളത്തിലെ മിനറൽസിൻ്റെ അളവാണ് ഇത്. നമ്മൾ പല പ്യൂരിഫയറുകളും വെള്ളത്തിന് ലഭ്യമാണ്. അതിൽ RO പ്യൂരിഫയറുകൾ ഉപയോഗിച്ച് TDSൻ്റെ തീരെ കുറഞ്ഞ വെള്ളം കുടിച്ചാൽ ശരീരത്തിന് ആവശ്യമായ കാൽസ്യവും മഗ്നീഷ്യവും ലഭിക്കില്ല. അപ്പോൾ കൂടുതൽ ഫിൽട്രേഷൻ ചെയ്താലും പ്രശ്നമാണ്. ഇനി നേരെ തിരിച്ച് കിണറ്റിലെ വെള്ളത്തിൽ ലെഡ് വളരെ മാരകമായ ഒരു ലോഹമാണ്. ക്യാൻസറിന് ആർസനിക് തുടങ്ങിയ ഹെവി മെറ്റലുകൾ കലർന്നാൽ അത് കിഡ്നിയെയും കരളിനെയും തകർക്കും. ഒരുപക്ഷെ ക്യാൻസറിൽ എത്തിച്ചേക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരിഹാരം ലളിതമാണ്. ഒന്നാമതായി, ദാഹം തോന്നുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക. ശരീരത്തിലെ സിഗ്നൽ ശ്രദ്ധിക്കുക. രണ്ടാമതായി, പ്ലാസ്റ്റിക് കുപ്പികൾ പരമാവധി ഒഴിവാക്കുക. മൺപാത്രങ്ങളോ ഗ്ലാസ് കുപ്പികളോ സ്റ്റീൽ പാത്രങ്ങളോ ഉപയോഗിക്കുക. മൂന്നാമതായി, നിങ്ങളുടെ വീട്ടിലെ വെള്ളത്തിന്, നമ്മുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ TDS, അതായത് എത്ര കണ്ടാമിനേഷനാണ് എന്ന് പരിശോധിക്കൽ ആവശ്യമാണ്. കൂടുതൽ അനുയോജ്യമായ TDS 100-ന് 300, അതായത് 100 പാർട്സിന് 300 പാർട്ടിലെ ഈ സോളിഡ് മാറ്റർ മാത്രമേ ഈ വെള്ളത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അളവ് കൂടിയാലും കുറഞ്ഞാലും വെള്ളം ജീവനെടുക്കും എന്നാണ് ഓർക്കുക. ഈ സുപ്രധാനമായി നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വിജ്ഞാനപ്രദമായ ഈ സേഫ്റ്റി ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരു പുതിയ സേഫ്റ്റി ടിപ്സുമായി അടുത്തു തന്നെ കടന്നു വരാം. താങ്ക്സ് ഓൾ.